ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേര് പറയാൻ പറ്റില്ല. തൽക്കാലം എന്നെ ഷർമി എന്ന് വിളിക്കൂ. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷമായി മാഡം. എന്ന് വെച്ചാൽ PG ജയിച്ച ഉടൻ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് ജാതകത്തിലെ ചില കാര്യങ്ങൾ കൊണ്ടായിരുന്നു. അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ നിർബന്ധിച്ചു. ആ സമയത്ത് പ്രേമമോ അല്ലെങ്കിൽ ജീവിതമോ ഒന്നും ഒരു മോഹമില്ലായിരുന്നു. പക്ഷേ 4 ചെക്കന്മാർ കാണാൻ വന്ന് 5ാമത്തെ ചെക്കനായ എൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം സൗന്ദര്യമുള്ളൊരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യമാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും കണ്ടുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. അതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ വീട്ടിൽ അനിയനുണ്ട്, അച്ഛൻ, അമ്മ എല്ലാവരും ബിസിയാണ്. അവരെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് തലവേദനയൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും അമ്മായിമ്മ പ്ലാനിങ് ആണോ നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവാണെങ്കിൽ അമ്മയ്ക്കെതിരെ ഒന്നും പറയില്ല. പക്ഷേ കുട്ടികളുണ്ടാകത്തിന് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് അമ്മായിയമ്മ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. തേൻ പുരട്ടിയ മുള്ളുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്തായാലും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ടെസ്റ്റ് ചെയ്യണം, 2 പേർക്കും അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് കൗണ്ട് വളരെ കുറവ്. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അമ്മായിമ്മ വിചാരിച്ചത് എനിക്കെന്തോ പ്രശ്നമാണെന്നാണ്. അതോടുകൂടി അവരുടെ നാവിൻ്റെ മുന ഒടിഞ്ഞു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും. അതെന്താമേ ഞാൻ എന്ത് ശ്രദ്ധിക്കാനാ എന്ന് പറഞ്ഞപ്പോൾ, ഡോക്ടർമാർ മരുന്നൊക്കെ തരുന്നില്ലേ, ഇപ്പോഴേ നേരത്തെ അറിഞ്ഞല്ലോ അവന് കുഴപ്പമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നീ ഡെയിലി അവനുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം. അതുമാത്രമല്ല, ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ഗുണമുണ്ടാകുന്നേ. ആ ദിവസം അവനെ ഒരിക്കലും മടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. നീ അന്നവനോട് നല്ല സ്നേഹത്തിന് പെരുമാറണം. സജീവമായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച കാര്യം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ എന്തോ ശാസ്ത്രം എഴുതിയ മട്ടിൽ എന്നോട് പലപ്പോഴും പറയാൻ തുടങ്ങി. എൻ്റെ ഡേറ്റൊക്കെ ഓർത്ത് വെച്ചിട്ട് അമ്മായിമ്മ പറയും, ഇന്നിപ്പോൾ 6 കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ 10 കഴിഞ്ഞല്ലോ, ഇന്ന് നല്ല ദിവസമാണ്, ഇന്ന് മുതൽ ഒരാഴ്ച കേട്ടോ മോളെ, അവനോട് സന്തോഷമായിരിക്കണേ എന്നൊക്കെ പറയും. ഇതൊക്കെ തുടർച്ചയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനായി. ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അമ്മ നമ്മുടെ സന്തോഷത്തിന് വേണ്ടല്ലേ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാ ദിവസവും മനുഷ്യർക്ക് എണ്ണയിട്ട് യന്ത്രം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്കിതിനൊക്കെ താല്പര്യം തോന്നണ്ടേ? മനഃപൂർവ്വം അങ്ങനെ ഒരു കാലത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയായില്ലെന്ന് ഒരിക്കുന്നു പറഞ്ഞു ഭർത്താവ്. പക്ഷേ ഓക്കെ, അദ്ദേഹത്തിന് 5-10 മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. കെട്ടിയിട്ട ചെങ്ങാടത്തിൽ കയറി നിൽക്കുന്നു, ഒരു തുഴയുന്നു, എന്നിട്ട് നദിക്ക് മറുവശം പോകുന്നു, തിരിച്ചു വരുന്നു. ഇതേപോലുള്ളൊരു പ്രൊസീജിയറാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്തരം കഥകൾക്ക് സ്ട്രെസ്സിന് നടുവിൽ എനിക്കെൻ്റെ ജീവിതം വളരെ യാന്ത്രികമായിട്ട് തോന്നി. ആണുങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യമല്ലോ വേണ്ടത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക, അത് ഓക്കെയാണ്. അതിനിടയ്ക്ക് പല കൂട്ടങ്ങളും മിസ്സായി പോകുന്നു. എനിക്ക് വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള അനുരണനങ്ങളോ ഉണ്ടാകാത്തൊരു ബന്ധമായി മാറി. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും മടുക്കാൻ തുടങ്ങി. അമ്മായിമ്മയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അവനിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നില്ലേ കൗണ്ട് വർദ്ധിക്കുന്നുണ്ടെന്ന്, ഇപ്പോൾ നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഭർത്താവിനെ ഞാനങ്ങ് വിഴുങ്ങണോ എന്ന് ചോദിച്ചു. അതിൻ്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടായി. ഞാനാണെങ്കിൽ പിണങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് ഒന്ന് വിളിച്ചിട്ടും ഞാൻ വീട്ടിൽ പോയതേയില്ല. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം, അല്ലെങ്കിൽ നമുക്ക് 2 കൂടെ വേറൊരു വീടെടുത്ത് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തോളം ഞങ്ങൾ പിരിഞ്ഞു നിന്നു. അത് കഴിഞ്ഞ ശേഷം ഭർത്താവ് പറഞ്ഞു, നിൻ്റെ വീടിനടുത്ത് ഏതെങ്കിലും ഒരു വീട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാമെന്ന്. അങ്ങനെയാണ് എൻ്റെ അമ്മ മുൻകൈ എടുത്ത് ഞങ്ങളുടെ വീടിന് അടുത്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 300 മീറ്റർ കാണും, ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. ആ വീട് അവർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ല, വിദേശത്താണ്, വലിയൊരു വീടാണ്. ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയത്. ഇപ്പോൾ വാടകയ്ക്കാണ്. ഭാവിയിൽ ആ വീട് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. ഭർത്താവുമായി താമസം പുനരാരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റിക്കായിട്ട് ഒരു കാര്യവും വേണ്ട. എനിക്ക് വിശദമായ കർമ്മപദത്തിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, എനിക്ക് മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
ആഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ ദാമ്പത്യത്തിൽ നിൽക്കുകയുള്ളൂ. ഐറ്റം കുറവായ ദാമ്പത്യത്തിൽ ഞാൻ നിൽക്കില്ല. സമയം കുറവായ ദാമ്പത്യത്തിൽ ഞാൻ നിൽക്കില്ലെന്ന് ശക്തിയുക്തം ഞാൻ വാദിച്ചു. ഇതാണോ ഫെമിനിസം എന്നൊന്നും എനിക്കറിയില്ല. ചോദിച്ചു വാങ്ങണം, അതാണല്ലോ വേണ്ടത്. അപ്പം മാഡം പറയും സ്ത്രീകൾ ഇങ്ങനെ അനങ്ങാപ്പാറകളെ പോലെ എല്ലാം ചോദിച്ചു വാങ്ങുകയാണെന്ന്. അങ്ങനെയല്ല. എന്നോട് ഇങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുവോ അതെല്ലാം തിരിച്ചു പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കെൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ്. പക്ഷേ അയാൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതും ഐറ്റംസ് കുറവായതും എൻ്റെ തെറ്റാണോ മാഡം? ഒരിക്കലുമല്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചപ്പോൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റി. പല വീഡിയോകളും ഒരുമിച്ചിരുന്ന് കണ്ടു. പല യൂട്യൂബ് വീഡിയോകളും അല്ലാതുള്ള കഥകളും മാഡത്തിൻ്റെ ചാനൽ പോലും കണ്ടു. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടുതൽ ഇമ്പമുള്ളൊരു ജീവിതം തുടങ്ങിയത്. ഐറ്റംസ് ഏറെ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞാലും ആ ഒരു പരീക്ഷണങ്ങൾക്കൊക്കെ ഭർത്താവ് തയ്യാറാകും. ഭർത്താവ് എന്നോട് പറയും, എടി എനിക്ക് ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഞാൻ പറയാതിനെന്താ, ഞാൻ ആടും പാടും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആ സമയം മുതൽ ഞാനും ഭർത്താവും തമ്മിൽ നല്ല പ്രണയമായിരുന്നു. ഇതിനിടയ്ക്ക് ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടും കാര്യങ്ങൾ സക്സസ് ആയില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ വല്ല ടെസ്റ്റോ ശിശുവോ അങ്ങനെ വല്ലതും നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തരേണ മന്ത്രം അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നു. പറ്റില്ല, എൻ്റെ അമ്മയല്ല അമ്മായിയമ്മ, പറ്റില്ല. ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് മരുന്നൊക്കെ കഴിച്ച് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ, അല്ലാതെ മറ്റു രീതിയിൽ ഒരിക്കലും കുട്ടികൾ വേണ്ട. അത് കുടുംബത്തിന് ചീത്തപ്പേരാണ്. അത് നിൻ്റെ കുട്ടിയൊന്നും ആകില്ല എന്നൊക്കെയാണ് അമ്മായിമ്മ പറഞ്ഞത്. ശാസ്ത്ര സാങ്കേതികത ഇത്രത്തോളം വളർന്നിട്ടും തലച്ചോറ് മാത്രം വളർന്നില്ല എന്നതിൻ്റെ ലക്ഷണമായി അത് കണക്കാക്കാം. അല്ലാതെ എന്താ ചെയ്യുക? എന്തായാലും ഞാൻ വലിയ സഹനത്തിനൊന്നും പോയില്ല. മകനോട് എന്തൊക്കെയോ മന്ത്രം ഓതി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചരടിൽ കെട്ടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പട്ടം അങ്ങനെ പൊട്ടിപ്പോകില്ല. പെണ്ണിനെ വേണം മിടുക്കെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ആ മിടുക്ക് ഞാനങ്ങ് പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് നമ്മുടെ ചുറ്റും കിടന്ന് വട്ടം തിരിയും. അത്തരം കലകൾ ഏത് സ്ത്രീ പഠിക്കണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. അഡ്വൈസും അങ്ങനെ തന്നെയാണ്. എന്നിട്ടും നാട്ടുകാർ തുടരെ ചോദിക്കാൻ തുടങ്ങി. മടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്തുള്ളൊരു ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി, ഇതിന് യഥാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. കുട്ടികൾ വേണ്ടാത്തൊരു മോഡേൺ ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആൻറ്റി ആരോടിത് പറയരുതെന്ന് പറഞ്ഞു. അതോടുകൂടി ആൻറ്റി ആ വാർത്ത എയർലങ്ങ് പറത്തിവിട്ടു. സൂപ്പർ ഹിറ്റായ വാർത്ത പലരും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ആൻറ്റി മിടുക്കിയാണെന്ന് എനിക്ക് തോന്നി. ആരോടും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ വാർത്തയ്ക്ക് നല്ല പ്രചാരം കിട്ടി. ഇതറിഞ്ഞ അമ്മായിയമ്മ എന്നെയും ഭർത്താവിനെയും വിളിച്ചു. എന്നോടവർ തട്ടിക്കേറി, എടീ, കല്യാണത്തിന് മുമ്പേ കോളേജിൽ പഠിക്കുമ്പോൾ നീ കറങ്ങി നടന്നിരിക്കാം. അന്ന് നിനക്ക് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആ കുഴപ്പങ്ങളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നിനക്ക് പുതുതായിട്ട് ഒന്നും പൊട്ടിമുളയ്ക്കില്ല. അതാണല്ലോ ഇപ്പോഴത്തെ കാലത്തൊരു ഫാഷൻ. അങ്ങനെ ആയവളാണ് നീ. അതുകൊണ്ടാണ് നിനക്ക് മോഡേൺ സ്റ്റൈലായി ഇഷ്ടമെന്ന്. മോഡേൺ സ്റ്റൈൽ നിൻ്റെ എന്താടി എന്ന് പറഞ്ഞ് എന്നെ കേൾക്കാൻ അറയ്ക്കുന്ന ഭാഷയിലാണ് അവർ വിമർശിച്ചത്. ഞാനും തിരിച്ച് അതേപോലെ തന്നെ പറഞ്ഞു, പ്രായമായിട്ടും നിങ്ങൾ മകൻ്റെയും മരുമകളുടെയും കാര്യങ്ങൾ നോക്കി നടക്കുകയാണോ തള്ളേ എന്ന് ചോദിച്ച് എന്തൊക്കെയോ ഞാനും പറഞ്ഞു. എന്നെ പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ മാഡം? ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ പോകാറേയില്ല. അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ എൻ്റെ അമ്മയോടാണ് ഇപ്പോൾ ഭർത്താവിന് ഏറ്റവും അടുപ്പം കൂടുതൽ. അവർ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. പുള്ളി നേരത്തെ കുറച്ച് ജിം ബോഡിയൊക്കെ ഉള്ളതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറേ നാളേക്ക് അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു. പുള്ളി എൻ്റെ വീടിനടുത്തുള്ള ഒരു ജിമ്മിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ, എടാ നീ ഇവിടുത്തെ അച്ഛനെ വിളിച്ചോണ്ട് പോ, അങ്ങേർക്കും കുറച്ച് മസിലുണ്ടാകട്ടെ എന്ന്. എൻ്റെ അച്ഛനാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല. അനങ്ങാപ്പാറയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പോയില്ല. അപ്പോൾ എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, അമ്മയ്ക്ക് നല്ലതാ, അവിടെ ദേ സ്ത്രീകൾക്കുള്ള സെഷനുമുണ്ട്. അമ്മയെവളും കൂടെ സൗകര്യമുള്ള സമയത്ത് പോകൂ. പകൽ എല്ലാ സമയത്തും സ്ത്രീകൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി അത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്തായാലും ജോലിക്കൊന്നും പോകുന്നില്ല, വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ജിമ്മിൽ പോയേക്കാന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടെ ജിമ്മിൽ പോയി. വലിയ കാര്യമൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ചെറിയ എക്സസൈസൊക്കെ മാത്രമേ അവിടെയുള്ളൂ. സെപ്പറേറ്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് ആണുങ്ങളുടെ വലിയ ശീതീകരിച്ച ജിം വരെയുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയ ഹാള് പോലെയാണ്. അതിനകത്ത് ഒത്തിരി സ്ത്രീകളൊന്നുമില്ല, കുറച്ച് പേര് മാത്രം. അവിടെ ചെന്നത് എനിക്കും അമ്മയ്ക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ആകെ കൂടി ഒരു പുതിയ റിലാക്സേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി.
ഞാനും അമ്മയും രാവിലെ വൈകിട്ടോ ഞങ്ങൾക്ക് പറ്റിയ സമയത്താണ് പോകുന്നത്. പക്ഷേ അവിടെ ഒരു ചേച്ചിയുണ്ട്. തൽക്കാലം ചേച്ചിയെ രാഗിണി എന്ന് വിളിക്കാം. ജിമ്മി വരുന്ന ആളാണ്. നല്ല ഫിറ്റായിട്ടുള്ള ചേച്ചിയാണ്. 40-45 വയസ്സുണ്ട്. പുള്ളിക്കാരിയില്ലേ ഭയങ്കര തമാശയാണ് പറഞ്ഞത്. അതുമാത്രമല്ല ഇത്തിരി ഇളക്കക്കാരിയാണ്. ഈ മറ്റേ ജോക്കൊക്കെ പറയാൻ പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും അത് അവിടെ കൊണ്ടുവന്ന് അവസാനിക്കും. ആദ്യം അമ്മ പറഞ്ഞു, മോളേടി നീ ഇങ്ങനെയൊന്നും പറയല്ലേ, കാര്യം ഞങ്ങൾ രണ്ടുപേരും അമ്മയും മോളുമാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, അമ്മയും മോളും ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭർത്താക്കന്മാരില്ലേ? ഇത്രയും കാലഘട്ടമായിട്ടും ഭർത്താവും നിങ്ങളുമായിട്ട് അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മെനുവിലില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതോടുകൂടി സദാചാരം പറയാൻ പോയ എൻ്റെ അമ്മ ഫ്ലാറ്റ്. അമ്മ പതിയെ അവരുടെ ഒരു ആരാധികയായി മാറിയെന്ന് പറയാം. അമ്മയ്ക്ക് വലിയ കാര്യം. രണ്ടുപേരും കൂടെ എന്നോട് പറയാതെ മാറി നിന്ന് പലതും സംസാരിക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. രാഗിണി ചേച്ചിക്ക് കുറേയധികം രഹസ്യങ്ങൾ അറിയാം. പക്ഷേ അതെല്ലാം അമ്മയോടാണ് പറഞ്ഞത്. എന്നോട് പറയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. ഇവിടെ വരുന്ന എല്ലാ ജിമ്മന്മാരെയും ചേച്ചിക്ക് നല്ല പരിചയമുണ്ട്. ചേച്ചി എല്ലാവർക്കും ഓരോരോ മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. ചില വരുമ്പോൾ ചേച്ചി പറയും, മോളെ 10-10 വരുന്നത് എല്ലാം കൊണ്ടും. അപ്പോൾ ഒരു ദിവസം അമ്മ എൻ്റെ മുന്നേ വെച്ച് തന്നെ ചേച്ചിയോട് ചോദിച്ചു, അല്ലടി ഈ ജിമ്മിലൊക്കെ വരുന്നവർക്ക് എന്തൊക്കെയോ കുറവുകൾ കാണുന്നാണല്ലോ പറഞ്ഞതെന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശുദ്ധ കള്ളത്തരം. കാര്യം ജന്മന ഉണ്ടാകുന്നതൊന്നും എങ്ങും പോകില്ല ചേച്ചി. അത് വെറുതെ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളാരെങ്കിലും ജിമ്മിൽ വരുമോ? എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചി ആദ്യം വിചാരിക്കേണ്ടത് ആണുങ്ങളെപ്പോഴും അവരുടെ എല്ലാ കാര്യത്തിലും നല്ല ശുഷ്കാന്തിയുള്ളവരാണ്. പിന്നെ ഞാനിവിടെ 10-10 പല ആൾക്കാരും ചേച്ചിക്ക് അറിയാമല്ലോ. ചേച്ചി ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഉദാഹരണം ഞാൻ പറയാം. ആദിക്കുട്ടനെ കണ്ടാൽ ചേച്ചി ഞെട്ടില്ലേ? എൻ്റെ പൊന്നു കൊച്ചേ, എനിക്ക് പ്രായമായില്ലേ? എനിക്കിതുവരെ ഞെട്ടാനുള്ള ഒരവസരം കിട്ടിയിട്ടില്ല. ഒരു കല്യാണമല്ലേ കഴിച്ചുള്ളൂ എന്ന് അമ്മ തമാശ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇനി ഞെട്ടാൻ താല്പര്യമുണ്ടോയെന്ന്. ഓ, ഇനിയിപ്പം ഞെട്ടാനൊന്നും പറ്റില്ല. വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പറ്റുമോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ്, ചേച്ചി ശാരീരികമായ കഴിവ് ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കാനല്ലേ നമ്മൾ ജിമ്മിൽ വരുന്നത്. ആണുങ്ങളെപ്പോലെ മസിലൊന്നും നമുക്ക് വരുന്നില്ലെങ്കിലും നമുക്കും കയ്യാലെയല്ല. വേണമെങ്കിൽ ചേച്ചിയെ കൊണ്ട് ഞാൻ ഈഫൽ ഗോപുരത്തിന് മുകളിൽ വരെ കയറ്റിപ്പിക്കും. അയ്യോ എൻ്റെ പൊന്നു മോളെ വേണ്ടായി. ദേ എൻ്റെ മോളിവിടെ നിൽക്കുന്നു. ഇവളിനി നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ വിമർശിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കുശുകുശുക്കുന്ന കേൾക്കുമ്പോൾ ഇവളെന്നോട് എന്നും ചോദിക്കും, നിങ്ങളെന്തോ പറഞ്ഞത്, ആരുടെ കാര്യമാണ് പറഞ്ഞതെന്നും. അത് കേട്ടപ്പോൾ രാഗിണി ചേച്ചിയോട് പറഞ്ഞു, ആഹാ, നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോടി. നിൻ്റെ മനസ്സിൽ ഇത്രയും ലോലഭാവങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോടും ആ കഥകളൊക്കെ പറഞ്ഞേനെ. അപ്പോൾ ഞാൻ വിഷയം മാറ്റാനായിട്ട് ചോദിച്ചു, അല്ല ചേച്ചി, ഈ ആദിക്ക് ചേച്ചി 10-10 കൊടുത്തല്ലോ, എന്നിട്ട് കണ്ടാൽ കിട്ടുമെന്ന് പറഞ്ഞു. ചേച്ചി ദൂരെങ്കിൽ നിന്ന് കണ്ട് അസസ് ചെയ്തിരുന്ന് ഞെട്ടിയാണോ, അതോ ചേച്ചിക്ക് പേഴ്സണൽ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി ഞെട്ടലങ്ങ് ഭാവിച്ചു. നീ എന്തായി പറഞ്ഞതും? നമുക്ക് കണ്ടാൽ അറിയില്ലേ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ? ഊരിലെ പഞ്ഞമൊന്നും അറിയില്ലേടി മോളെ? പഞ്ഞമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇതൊക്കെ ഒരു സ്ത്രീയെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നീ പിന്നെ നിൻ്റെ ഭർത്താവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അതല്ലാതെ കണ്ണടച്ചിരുട്ടാക്കാതെ മോളെ ചുറ്റും ഒന്ന് നോക്കൂ. അപ്പോൾ നീ പലതും കണ്ട് ഞെട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചിക്ക് എന്തോ ഒരു ഡിങ്കോലാഫി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ പറഞ്ഞു, വെറുതെ ഇരുന്ന് പറയാതെ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ മഹാറാണി എന്ന് പറയും. എൻ്റെ പൊന്നു മോളെ സത്യം പറയാമല്ലോ, നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ പറയുകയാണ്. ആദ്യയുടെ കാര്യമാണെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവൻ വല്ലപ്പോഴൊക്കെ എന്നെ വന്ന് കാണുന്നുണ്ട്. അവൻ ഇത്തിരി പ്രായമുള്ളവരെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ചെറുപ്പക്കാരെ അവൻ തീരെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് അവൻ്റെ ഒരു സ്വഭാവം. പുരാവസ്തു പ്രേമിയാ മോളെ. അത് കേട്ട് അമ്മയും ഞാനും മൂക്കത്ത് വെൽ വെച്ചു. എടി, നിനക്ക് ഭർത്താവ് ഉള്ളതല്ലേ? ഭർത്താവിന് നീ വഞ്ചിക്കാമോ? എന്തൊക്കെയാണ് നീ പറഞ്ഞത്? നിൻ്റെ ഇളക്കം കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞ് അമ്മ പിന്നെയും സദാചാരവാദിയായി. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചി ഒന്നടക്കം, ഇതൊക്കെ ജീവിതത്തിൽ നടക്കും. എപ്പോഴും ഇങ്ങനെ ഭർത്താവിൻ്റെ മോത കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? ആദിക്ക് അവൻ എന്നോടൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അവൻ ചേച്ചി, ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളക്കേറ്റാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാനും ഓർത്തു, എണ്ണയും തിരിയും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നൊരു ദീപം കത്തിച്ചു കഴിഞ്ഞാൽ മുനിഞ്ഞ് കത്തില്ലേ? ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ബൾബിൻ്റെ ഫ്യൂസ് പണ്ടേ പോയതാണ്. എന്ത് ചെയ്യാനാ? അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ നമുക്കും വേണ്ടി വരില്ലേ മോളെ ഒരു പഞ്ചായത്ത് ടോർച്ച്?
എന്നാലും നിനക്ക് എങ്ങനെ ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുന്നു എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മയോ മോളോട് ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങളിത് ആരോടും പറയരുത്. ഇനിയിപ്പം പറഞ്ഞാലും ഞാൻ പറഞ്ഞെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ എനിക്കെതിരെ ഗോസിപ്പ് പടച്ചു വിട്ടതാണെന്ന് ഞാനങ്ങ് പറയും. അതുമാത്രമല്ല, സൗന്ദര്യമുള്ള ഒരു ചെക്കനുമായിട്ട് എന്നെ നിങ്ങൾ ചേർത്ത് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ഒരാഗ്രഹം കാണും അവനോട് എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് ഗോസിപ്പ് ഇറക്കുമേ. അതുകൊണ്ട് നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് ഞാൻ യഥാർത്ഥം തുറന്നു പറഞ്ഞത്. പിന്നെ ആദിമോനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ദേ, ഒരു നിമിഷം കൊണ്ട് ആദിമോനോടെ പറന്നെത്തും. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്തായാലും എൻ്റെ ഭർത്താവ് ഓക്കെയാണ്, ജിമ്മനുമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. ആ കൊള്ളാം, നിൻ്റെ ഭാഗ്യം, അവനെ ഞാൻ കാണുന്നല്ലേ. അവന് ഞാനൊരു 7 മാർക്ക് കൊടുക്കാം, 10 മാർക്ക് കൊടുക്കാനേ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, 7 കൊണ്ട് ഞാൻ സംതൃപ്തയാണെന്നും. അത് കിട്ടി രാഗിണി ചേച്ചി മുഖമൊന്ന് വക്രച്ച് ചിരിച്ചു. അമ്മ പറഞ്ഞു, എടീ നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. അയ്യോ ചേച്ചിയുടെ മോളെ ഞാൻ കളിയാക്കിയതല്ല. നീ കളിയാക്കതല്ലെങ്കിലും നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാം. എൻ്റെ മരുമകൻ ഒട്ടും കേമനല്ല. എൻ്റെ മോള് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്കൊരു കുട്ടി പോലും ആയിട്ടില്ല. അതല്ലേടി നീ ഉദ്ദേശിച്ചെന്ന്. അപ്പോഴേക്ക് രാഗിണി ചേച്ചി പറഞ്ഞു, യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതൊന്നും എൻ്റെ ഒരു അജണ്ടയല്ല. കുറേ കുട്ടികളുണ്ടായിട്ട് ഇവിടെ എന്താകാനാ എന്ന് പറഞ്ഞ് ചേച്ചി അതിനെ നിസ്സാരവൽക്കരിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു, ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും നല്ല പ്രശ്നങ്ങളുണ്ട്, നല്ല ദുഃഖവുമുണ്ട്. ഒരു കുട്ടി വേണം. പക്ഷെ എന്ത് ചെയ്യാനാണ്? മറ്റ് ഹോസ്പിറ്റലിൽ പോയി വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അവൻ്റെ അമ്മ സമ്മതിക്കുന്നുമില്ല. മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയി എനിക്കറിയില്ല ഇവൾ പറഞ്ഞത് യഥാർത്ഥമാകും. കുട്ടികളില്ലാതെ ഫാഷനായി ജീവിക്കുന്ന ദമ്പതികളെപ്പോലെ ഇവർ ആയിത്തീരുമെന്ന് പറഞ്ഞ് അമ്മ താടിക്ക് കൈയെടുത്തു. അമ്മേ, വെറുതെ സെൻറ്റിമെൻറ്റ്സ് കാർഡ് ഇറക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ അല്ലടി, ശരിയല്ലേ ഞാൻ പറഞ്ഞത്, ഒരു ഹോപ്പുമില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാണെന്നറിയാം. ഇത്ര നേരം തമാശയായിരുന്നെങ്കിലും പെട്ടെന്ന് രാഗിണി ചേച്ചി സീരിയസ് ആയി. അയ്യോ, ഞാനിതൊക്കെ നേരം പോക്കിന് പറയുന്നതാണ്, ഒരിക്കലും നിങ്ങളെ ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ പൊന്നുമോളെ, ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ല. നിൻ്റെ ഭർത്താവ് ഓക്കെയാണ്, അവനെ സ്നേഹിക്കേണ്ട, അവൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചെറുപ്പമല്ലേടി, നിനക്കൊട്ട് കുഴപ്പമില്ല. എന്തെല്ലാം വേറെ വഴികളുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് ശരിയാ, അതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ല സൽസ്വഭാവമുള്ള ഒരാളെ കണ്ടെത്തി നിനക്ക് ഇടയ്ക്ക് വെച്ച് ആ പാതയിലൂടെ നടന്നു പോയിട്ട് കാര്യം സാധിച്ച് തിരിച്ച് ഹൈവേയിൽ തന്നെ വന്നുകൂടെ മോളെ എന്ന് ചോദിച്ചു. അമ്മ ഇപ്പോൾ പറഞ്ഞു, എടി നീ എന്തൊക്കെ വഴി അവളോട് പറഞ്ഞു കൊടുക്കുന്നത്, പെരുവഴിയാണോ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ തോൾ തട്ടിക്കൊണ്ട് രാഗിണി ചേച്ചി പറഞ്ഞു, ഇതിലൊക്കെ എന്താ കാര്യം? രഹസ്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ സക്സസുമൊക്കെ ചിലപ്പോൾ രഹസ്യ വഴികളിലായിരിക്കും ഉണ്ടാകുക. അതൊന്നും നമ്മൾ ആരോടും പറയാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഏത് കടമ്പയും ചാടിക്കിടക്കണം. ചേച്ചി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ആദ്യക്കുട്ടം മതിയല്ലോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ. അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, അയ്യേ അവനൊന്നും വേണ്ട, അവൻ്റെ സ്വഭാവം ശരിയല്ല, പുരാവസ്തു ഗവേഷകൻ അവനല്ല വേണ്ടത്, നല്ലൊരു സൽസ്വഭാവിയായിരുന്നെങ്കിൽ പിന്നെ ആലോചിക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ രാഗിണി ചേച്ചി പറഞ്ഞു, സൽസ്വഭാവികളുണ്ട്, ആരെ നോക്കാത്ത, ഒരു പെണ്ണിനോടും യാതൊരു താല്പര്യവും കാണിക്കാത്ത, പ്രേമം പോലുമില്ലാത്ത, 10 മാർക്ക് കൊടുക്കാൻ പറ്റിയ എത്രയോ സുന്ദരക്കുട്ടപ്പന്മാർ ഇവിടെ ജിമ്മിൽ വന്ന് ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ മിനുക്കിയെടുക്കുന്നു. ഇവരുടെ ഉള്ളിലൊക്കെ എന്താ ലക്ഷ്യം? ഹെൽത്ത് മാത്രമാണോ? പിന്നെന്താണ് ഈ ലക്ഷ്യം എന്നമ്മ ചോദിച്ചു. പെണ്ണുങ്ങളെ ആകർഷിക്കുക, അതിനുവേണ്ടി മാത്രമാണ്. എന്തായാലും അങ്ങനെയുള്ളവരാരെങ്കിലും ആണെങ്കിൽ നല്ല സ്വഭാവം, നമ്മൾ അവരെ കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇരുചവേറിയാതെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി എനിക്കതിനുള്ള ധൈര്യമില്ലെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു, എടി എന്നോട് പോലും നീ പറയണ്ട, നിൻ്റെ അമ്മയോട് പറയണ്ട. ഇവിടെ നിന്ന് ആൺകുട്ടികളുമായി സംസാരിച്ച് എന്നെപ്പോലെ നല്ല കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ. നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയാൽ മതി. അവന്മാരെ രാത്രി മെസ്സേജ് അയച്ചോളും. നിനക്ക് നിൻ്റെ ചോയ്സ്. ഇതിനിടയ്ക്ക് ആരും അറിയാതെ എല്ലാം സക്സസ്ഫുൾ ആകും. അവസാനം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ തന്നെ ചോദിക്കുമ്പോൾ നീ അങ്ങ് നിഷേധിച്ചേക്കണം. അയ്യോ എനിക്കറിയില്ല, എനിക്കവരെല്ലാം ഫ്രണ്ട്സാണ്, സഹോദരന്മാരാണ്, ഇത് എൻ്റെ ഭർത്താവ് തന്നെ കാരണമായി എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന്. അങ്ങനെ വേണമടി മിടുക്കുള്ള പെണ്ണുങ്ങൾ. ഞാനൊരു വഴിമരുന്ന് 2 പേർക്ക് ഇട്ടു തന്നു. ഇനി അടുത്ത വർഷം കുട്ടികളില്ലേ എന്ന് പറഞ്ഞ് കരയാൻ ഇടവരരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്നങ്ങ് പോയി. അമ്മയും ഞാനും മുഖത്തോട് മുഖം നോക്കി. ഓ അവൾക്ക് വട്ട എന്ന് അമ്മ പറയുകയും ചെയ്തു. പക്ഷേ അന്ന് രാത്രി
അമ്മ തനിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, എടി അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, എത്ര നാളെ കാത്തിരിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? രാഗിണി പറഞ്ഞ വഴി തന്നെ. അവൾ പറഞ്ഞത് കറക്റ്റാണ്. നീ എന്നോട് പറയണ്ട, അവളോടും പറയണ്ട. കുറച്ച് പെരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുക. നീ അങ്ങോട്ടൊന്നും ചോദിക്കണ്ട. ഇങ്ങോട്ട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ട്യൂൺ ചെയ്യാൻ വരികയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ പൊന്നുമോളെ ഭർത്താവിൻ്റെ അടുത്ത് ചിലവാക്കുന്ന സമയം കുറച്ച് നാൾ അവരുടെ അടുത്ത് ഒന്ന് ചിലവാക്കിയാൽ മതി. കാര്യങ്ങൾ നന്നായി ശരിയാകുമെന്ന് അവൾ പറഞ്ഞില്ലേ, അതേപോലെ നടക്കും. പിന്നെ അത് മാത്രമല്ലടി, സൗന്ദര്യമുള്ള ആണുങ്ങളല്ലേ വരുന്നത്. അതുകൊണ്ട് ഒരു സംശയം തോന്നുകയില്ല. നിന്റെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള എത്രയോ പേരുണ്ട്. നോക്ക് മോളെ, തെറ്റാലിയിൽ ഉന്നമിട്ട് നോക്ക് എന്ന് അമ്മ തന്നെ പറഞ്ഞു. അമ്മയെ റിസ്ക് അല്ലേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, റിസ്ക് ഒക്കെ ഇനി അങ്ങ് എടുക്കണം മോളെ. അമ്മ ഫുൾ സപ്പോർട്ട്. പക്ഷേ മോള് ആരാണെന്നും ഏതാണെന്നും എന്നോടും പറയരുത്, അവളോടും പറയരുത്. കുറച്ച് പെരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കറക്റ്റ് ആണുങ്ങൾ വരുന്ന സമയത്താണ് പോകുന്നത്. ഇറങ്ങി വരുമ്പോൾ പലരെയും കടാക്ഷിക്കുകയും നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഇഷ്ടമുള്ള ആളുകളാണ് മാഡം. ഞാൻ സത്യം പറയാം, അതിൽ ഒരാൾ പോലും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് റിജക്റ്റ് ചെയ്തില്ല. എല്ലാവരും നമ്പർ ചോദിച്ചു, പല കാര്യങ്ങളും രാത്രിയിൽ ചോദിക്കാൻ തുടങ്ങി. അമ്മയോട് ഞാൻ സൂചന കൊടുത്തതേ ഉള്ളൂ. രാഗിണി ചേച്ചിയോടും ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഭർത്താവ് അറിയാതെ എല്ലാം ഞാൻ മാനേജ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ മാഡത്തോട് തുറന്ന് പറയുകയാണ്. നമുക്കെന്തായാലും പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഏഴ് സുഹൃത്തുക്കളാണ് ആ വഴി എനിക്കുണ്ടായത്. ഏഴും ഒന്നിനൊന്ന് മെച്ചം. എൻ്റെ ഭർത്താവിനേക്കാൾ ഒത്തിരി മെച്ചം. അവരെൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞപ്പോൾ ഭർത്താവിനെ വഞ്ചിക്കുന്നൊരു സ്ത്രീയല്ല ഞാൻ എന്ന് പറഞ്ഞ് ജാടയിട്ടു. പിന്നെ ആണുങ്ങൾ കെഞ്ചിയപ്പോൾ ശരി, ഇത് ആരോടും പറയരുത്, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കുറച്ച് സമയം നിങ്ങൾക്ക് തരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, ആരും അറിയരുത് എന്ന് പറഞ്ഞു. 7 പേരോടും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത്തിരി റിസ്കി ഗെയിമാണെന്ന് എനിക്കറിയാമായിരുന്നു. 7 പേരുണ്ടെന്ന് അമ്മയ്ക്കും അറിയില്ല. എങ്കിലും പലപ്പോഴും പകൽ എൻ്റെ വീട് ഒരു കേളി നിലയമായി മാറി. 7 പേരെന്ന് പറയുമ്പോഴേക്കും 7ആം സ്വർഗം എന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത്. 7 നിലകളുള്ള 7 സ്വർഗങ്ങൾ ഞാൻ കണ്ടു മടങ്ങി വന്നു. അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ ഇതിനിടയ്ക്ക് തുടർച്ചയായിട്ടുള്ള അധ്വാനം വിജയം കാണുമെന്നല്ലേ. ഇപ്പോൾ ആ ഉദ്യമത്തിൽ ഞാൻ വിജയശ്രീ ലാളിതയായി നിൽക്കുന്നു. ഇപ്പോൾ ഇതെൻ്റെ 6ാമത്തെ മാസമാണ് മാഡം. എന്തുകൊണ്ടും ഈ ഒരു കാര്യം നല്ലതാണെന്ന് എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി കൊണ്ട് എനിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തീർന്നു കിട്ടിയിരിക്കുകയാണ്. സത്യമായും ഇതിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഭർത്താവിൻ്റെ പേര് ആരോപിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് അതീവ സന്തോഷവാനാണ്. അമ്മായിമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇപ്പോൾ അവർ നല്ല സ്നേഹത്തിലുമാണ് മാഡം. എൻ്റെ ഒരു പ്രശ്നം തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളഞ്ഞ വഴി ഞാൻ സ്വീകരിച്ചത്. അതിൽ എനിക്ക് കുറേ നാൾ വരെ ഒരു പ്രശ്നവും തോന്നിയിരുന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നിയത് എൻ്റെ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തെങ്കിലും എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്നെ പിന്നെയും മാടി വിളിക്കുകയാണ്. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരവസരമല്ലെങ്കിലും ഇനിയാണെങ്കിലും ഞാൻ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കുന്ന ഒരു മഹളാമണിയാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വാനിലേക്ക് പറക്കുമെന്ന് തോന്നുന്നു. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയായി മാറിയതിൽ എനിക്ക് തന്നെയാണ് ഉത്തരവാദിത്തം മാഡം. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ കഥ ഇങ്ങനെയാണ്. ഇനിയും ഞാൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു കണക്കിന് നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളല്ലേ എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ കാണിച്ചു കൂട്ടി നമ്മൾ മലയുടെ മുകളിൽ കയറി താഴേക്ക് ഉരുണ്ടു വരുന്നതിന് സമൂഹമാണ് കുറ്റക്കാര്. കൊള്ളാം. നിങ്ങൾ തന്നെ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് സമൂഹത്തെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. സമൂഹം അതിന് ഒട്ടും ഉത്തരവാദിയല്ല. ഇനി വരാനിരിക്കുന്നതിനും വന്നതിനുമെല്ലാം നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. മറ്റ് കേൾക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹമോ ആരുമല്ല കേട്ടോ.